അത് വളരെ ഒരു നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലേ ശ്രേയ? അതെ അതെ. ഉള്ളിൽ ഒന്നുകൂടെ എപ്പോഴും ഉള്ളിൽ ഉള്ളിൽ ആ വെലോസിറ്റി അത്രയും കാർമുകിൽ വർണ്ണൻ ഇങ്ങനെ പാടുമ്പോൾ അതിന് കറക്റ്റായിട്ടുണ്ടാവണം ആ ഉള്ളിലും കേട്ടോ. അതെപ്പോഴും നോക്കിക്കോളാം പാടുമ്പോൾ. ഓക്കെ സർ. പിന്നെ ഈ ചുണ്ടിൽ എങ്ങനെ നിർത്തുന്നത്? ചുണ്ടിൽ ചുണ്ടിൽ അതെപ്പോഴും ചേരണം. അത് അങ്ങോട്ട് ആ നോട്ട് കാണിക്കും കേട്ടോ. ഓക്കെ സർ. മതി. ആ അത് കുറച്ചും കൂടെ ഒരു സുഖം വരാതെ. ഞാൻ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കാർമുകിൽ വന്ന അതൊരു സ്റ്റഡി ആയില്ല ഈ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്നത്. അതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നിന്റെ നന്ദന അത് ഒന്ന് പ്ലാൻ ചെയ്യണം ശ്രേയ. ശ്വാസത്തിന്റെ കാര്യം നിന്റെ നന്ദന. ആ പടത്തിന്റെ പേര് വന്നപ്പോഴത്തേക്ക് ശ്വാസം അങ്ങ് പോയി. ആ നോട്ട് എപ്പോഴും ആ ഹിറ്റ് ചെയ്യേണ്ടത് ഹിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. എന്താണ് ആ അത് തന്നെ. അതെന്താണ് ആ നോട്ട് ആ ലോ വരുന്നത്? അത് ആ പുൽകലല്ല, ഇത് വേറെ. അത് എന്താ ദായാണോ ദായാണോ പായാണോ എന്താ എന്ന് പാടുമ്പോ അത് അല്ല ഇത് അതുമല്ല ഇതുമല്ല നമുക്ക് സംശയം വരും. അതാ ഞാനിപ്പോ ചോദിച്ചത് കേട്ടോ. അത് ശരിയായിക്കൊള്ളുക. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. നമ്മളൊരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ എന്താണ് ആ ഗായിക അല്ലെ ഗായകൻ പാടിയിരിക്കുന്നതെന്ന് ഒന്ന് സൂക്ഷ്മമായിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടു. അപ്പൊ അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊന്ന് വിട്ടുപോയി അല്ലേ, ഡ്രൈ ആയിപ്പോയി. ആ പിന്നെ ഈ ഞാനൻ മിഴിനാളം അതൊന്ന് പാടാം ജസ്റ്റ്. ചേർത്ത് പാടൂ. അവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനത്തെ ഉള്ള ചെറിയ പ്രശ്നം. ഇപ്പൊ ഒരു പാത്തോസ് ടച്ചാ കൊടുത്തത്. ആ പാത്തോസും ആവരുത്, എന്നാൽ പിന്നെ പ്ലെയിനും ആവരുത്. ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പാത്തോസ് ടച്ച് വരുന്നത് ഏറ്റവും ലാസ്റ്റിൽ ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ്. അവിടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ പാട്ടിന്റെ ഒരു ക്ലൈമാക്സിൽ നമ്മൾ അത് ചെയ്യാവും. എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു പാട്ട് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്ന മാർക്ക് ചെയ്യും ഇങ്ങനെ. പണ്ട് ഇപ്പൊ അതൊന്നും ഓരോന്ന് കുത്തിയെടുക്കല്ലേ, മാർക്ക് ചെയ്യും. കാരണം ഞാനെല്ലാം EXP എന്നിട്ട് വെച്ചേക്കും റെഡിങ്ങില്. ഒരു പാട്ട് കേൾക്കുമ്പം നമ്മൾ ആദ്യമേ ഇപ്പം കാർമുകിൽ വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ കാണിക്കാനേ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഒരു ഗ്രാഫ് ഉണ്ട്. എന്തായാലും ടോട്ടലി നന്നായിരുന്നു എന്ന് മാത്രം പറയുന്നു, മോശമല്ല, നന്നായിരുന്നു. പിന്നെ ഇച്ചിരിയും കൂടെ ഒരു ഇമോഷണലായിട്ട് ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയായിരുന്നു. അത് പാടി നോക്കുന്നു, ഈസിയാണ് പാടാൻ. ആ കൃഷ്ണ കൃഷ്ണ ബ്യൂട്ടിഫുൾ. കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ ഇത്രയും നേരം പറഞ്ഞ കാര്യം കുറച്ച് ഉൾക്കൊണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കി പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. നേരിട്ട് ഒരുപാട് വേദികളിൽ ഞാനിത് ചിത്ര ചേച്ചി പാടുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പൊ എനിക്കത് പാട്ട് കേൾക്കുമ്പോൾ ചേച്ചി പാടിയ ഫീലും പാടുന്ന രീതിയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. മോൾ എന്തായാലും മനോഹരമായിട്ട് പാടി. എനിക്ക് സാർ പറഞ്ഞ അതേ അഭിപ്രായമാണ്. മോൾ ആ പാട്ട് പഠിച്ചു പാടി. ഇതിനു മുന്നേ മോളൊരു തമിഴ് സോങ് പാടിയിരുന്നില്ലേ ഇവിടെ രാജാ സാറിന്റെ? ഏതായിരുന്നു? അഴകുമലരാട്. അഴകുമലരാട്.
ആ പാട്ടിനകത്തുള്ള എക്സ്പ്രഷൻസ് മോൾ അതുപോലെ കൊണ്ടുവന്നിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നിയത് മോള് പാടി, പക്ഷെ ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ആവാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതില് അഖിലായി പുകച്ചുമിലൊരു ഒരു കുഞ്ഞൊരു സംഗതി പോലെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി, ശ്രദ്ധിച്ചിരുന്നോ അത്? അതൊന്ന് പാടിയ റിപ്പീറ്റ്. അഖിലായി പുകച്ചു, അഖിലായി പുക അഖിലായി ലായ് നാ, അഖിലായി ലായ് പുക അഖിലായി മോള് പാടുന്ന അഖിലായി എന്നാ പാടുന്നത്. അഖിലായി പു അഖിലായി പുകച്ചു. അത്രയില്ല, ചെറിയ ഒരു സംഗതി. അഖിലായി പുകച്ചും അഖിലായി പുകച്ചും തരരാരരാര. അത്രയില്ല, അത് ശ്രദ്ധിച്ച് പഠിച്ചോ. ഇപ്പം നിന്ന് കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അവിടെ ഒരു ചെറിയ കുഞ്ഞൊരു സംഗതി ഉണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ ചേച്ചി പാടിയതും കേട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടേതായ ഒരു സംഭവം കയറി വരും. പക്ഷേ ഈ പാട്ട് പഠിച്ചതിന് ശേഷം ഇത് വീണ്ടും വീണ്ടും ഇട്ട് കേൾക്കുമ്പോൾ, അത് ഒറിജിനൽ ചേച്ചി സ്റ്റുഡിയോയിൽ പാടിയ വേർഷൻ ഇട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു സാധനങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അതിൽ ഫസ്റ്റ് പല്ലവിയിൽ പുൽകിയുണർത്താൻ മറന്നു ഒരു പ്ലെയിൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ. ആ ഫസ്റ്റ് പല്ലവി മോളൊന്ന് ശ്രദ്ധിച്ചോളൂ. പുൽകിയുണർത്താൻ മറന്നു കണ്ണുണർത്താൻ. അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അത് ഒന്നത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ഇത് പല പ്രാവശ്യം വേദിയിൽ പാടിയിട്ടുണ്ട്. ഈ പാട്ട് കേൾക്കും തോറും ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വീണ്ടും 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 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചുമ്മാ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് അല്ല, അല്ലാതെ ഇത് കുറച്ചുകൂടി ഒന്ന് കേൾക്കണം. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെയാണ് സാറും പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എനിക്ക് തോന്നിയത് മോൾ ആ ഉള്ളിൽ, ഇപ്പോൾ ശരത് സാർ പറഞ്ഞില്ലേ, ആ ഉള്ളിൽ എന്നുള്ള അവിടെ ഒരു ഡൈനാമിക്സ് ഉണ്ട്, അത് വരാമായിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ വരുന്ന ഒരു വിരുത്തമില്ല, ഒരു നിർത്തുന്ന സ്ഥലല്ലേ, അവിടെ ഒരു ചെറിയൊരു എന്തായാലും ഗദ്ഗതം വരാമായിരുന്നു, വിതുമ്പൽ വരാമായിരുന്നു. ചേച്ചിയൊക്കെ സ്റ്റേജിൽ പാടുമ്പോൾ ചേച്ചി അത് കരഞ്ഞു പോകും. നമ്മള് അല്ല, ചേച്ചി യഥാർത്ഥമായിട്ട് വരുന്നതാണത്. അതിന്റെ ഒരു അംശം അവിടെ വന്നിരുന്നെങ്കിൽ അതിനൊരു റിയലിസ്റ്റിക് ആയിനെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, അങ്ങനെ ഒരു സാധനല്ലേ സിനിമയിലല്ലേ അത്. ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം പോകുന്നുണ്ട്. അത് വന്നിരുന്നെങ്കിൽ മോൾ ആ കൃഷ്ണ പാടി അവസാനിപ്പിച്ച് അത് ഈ ഇതിലോട്ട് വരും, ആ ഫീലിലോട്ട് വരും. ഇത് അത് കഴിഞ്ഞ് പ്ലെയിൻ ഇത് പാടി നിർത്തിയത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ മോളെ കൊണ്ട് പറ്റും. എൻ്റെ മൈൻഡിൽ രാജാ സാറുടെ ആ ഒരു പാട്ടാണ് ഇരിക്കുന്നത്, മോളുടെ എക്സ്പ്രഷൻസ് മോൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ഇതിൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. സൂപ്പർ സ്റ്റാർ